നിന്നൊഴുകും രക്തം പാപക്കറ നീക്കുമതിൽ മുങ്ങിത്തീർന്നാൽ ആരും പാപക്കറ നീക്കുമതിൽ മുങ്ങിത്തീർന്നാൽ ആരും എൻ പേർക്കേശു മാരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. ഊറവയിൽ കണ്ടു പാപ ശാന്തി. അവനെപ്പോൽ ഞാനും ദോഷി കണ്ടൻ പ്രതിശാന്തി. അവനെപ്പോൽ ഞാനും ദോഷി കണ്ടൻ പ്രതിശാന്തി. എൻ പേർക്കേശു മാരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. ലയേറിയ രുധിരത്തിൻ ശക്തി വീണ്ടുകൊള്ളും ദൈവസഭ ആകെ വിശേഷമായി. വീണ്ടുകൊള്ളും ദൈവസഭ ആകെ വിശേഷമായി. എൻ പേർക്കേശു മാരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി.
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം. ഈ രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 20-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. അവൾ അവരോട് പറഞ്ഞത്, നവോമി എന്നല്ല മാറ എന്ന് എന്നെ വിളിപ്പിൻ. നവോമി എന്ന വാക്കിൻ്റെ അർത്ഥം പ്ലസൻ്റ് എന്നാണ്, സന്തോഷവതി, പ്രസന്നവതി, സന്തോഷമുള്ളവൾ. മാറ എന്ന വാക്കിൻ്റെ അർത്ഥം കയ്പ്, ബിറ്റർനെസ്. നവോമി എന്നല്ല മാറ എന്ന് എന്നെ വിളിപ്പീൻ. ഞാൻ ഐ എം നോട്ട് പ്ലസൻറ്റ്, ഞാൻ ഇപ്പോൾ പ്ലസൻ്റ് അല്ല, ആയിരുന്നു പക്ഷേ അല്ല, ഇപ്പോഴല്ല. നവോമി എന്നല്ല മാറ എന്ന് എന്നെ വിളിപ്പീൻ. ഇന്ന് ഞാൻ കയ്പാണ്, എന്നും ദുഃഖം, എന്നും ദുരിതം, എന്നും വാട്ടം. നവോമി എന്നല്ല മാറ എന്നെ വിളിപ്പീൻ. സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. സർവശക്തനായ ദൈവം എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. ഏറ്റവും കയ്പായുള്ളത്, ഏറ്റവും വേദനാകരമായ കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പറഞ്ഞാലും തീരാത്ത കാര്യമാണത്. നിറവിൻ്റെ കാലം ഉണ്ടായിരുന്നു പലർക്കും. നല്ല ആരോഗ്യമുള്ള കാലം, നല്ല തിമിർപ്പോടെ, തിമിർപ്പോടെ ഓടി കിടന്ന കാലം, നല്ല ചടുലതയോടെ ജോലികൾ ചെയ്ത കാലം ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ക്ഷീണിതനായിപ്പോയി. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. സമ്പൽ സമൃദ്ധിയുള്ള കാലം ഉണ്ടായിരുന്നു, ഐശ്വര്യമുള്ള കാലം ഉണ്ടായിരുന്നു, നല്ല ധാരാളം ആളുകളുടെ പിൻബലമുള്ള കാലം ഉണ്ടായിരുന്നു, എല്ലാവരുടെയും ഒരു സ്നേഹവും ബഹുമാനവുമുള്ള കാലം ഉണ്ടായിരുന്നു. എല്ലാം പോയി, എല്ലാം തീർന്നു. ഇന്ന് ഞാൻ അനാഥയാണ്, ഇന്ന് ഞാൻ വിധവയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എൻ്റെ ഭർത്താവ് മരിച്ചു പോയതുകൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്നലെ ചിന്തിച്ചത്, എന്തായിരിക്കും നവോമിയുടെ ജീവിതത്തിൽ പറ്റിയ ഒരബദ്ധം? അത് മനസ്സിലാക്കാനേ ഉള്ളൂ. മോവാബുമായിട്ട് ഒരിക്കലും ബന്ധപ്പെടരുതാത്തതായിരുന്നു, മോവാബിലേക്ക് പോകാൻ പാടില്ലാത്തതായിരുന്നു. ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിൽ നാം കാണുന്നു. 23-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നമുക്ക് വായിക്കാം. ഒരു അമ്മോന്യനോ മോവാബിനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. ഒരു അമ്മോന്യനോ മോവാബിനോ, അന്യജാതിക്കാരൻ, യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവരുടെ 10-ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. 10-ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. നെഹമ്യാവിൻ്റെ പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യം. നെഹമ്യ 13-1. അമ്മോന്യരും മോവാബ്യനും പുറജാതിയിൽപ്പെട്ടവർ ദൈവത്തിൻ്റെ സഭയിൽ പ്രവേശിക്കരുത്. സത്യമായും സത്യവിശ്വാസം, ജീവനുള്ള ദൈവത്തോടുള്ള വിശ്വാസം ഉണ്ടായിരുന്ന നവോമിയും കുടുംബവും മോവാബിലേക്ക് പോകരുതായിരുന്നു. ക്ഷാമം വന്നു, ശരി, പക്ഷേ ക്ഷാമം മാറും. അവർ ദൈവമക്കളല്ലേ, അവർ വാസ്തവത്തിൽ ദൈവത്തിൽ വിശ്വാസമുള്ളവരല്ലേ. എലീമേലക്കും നവോമിയും മഹ്ളോനും കില്യോനും, മക്കൾ 2 പേരും, 4 പേരും ഒരുമിച്ച് ഒരു പായയിൽ മുട്ടുകുത്തിയിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പാടില്ലായിരുന്നോ? കർത്താവേ, ഞങ്ങൾക്ക് ക്ഷാമം വന്നിരിക്കുകയാണല്ലോ, ആഹാരത്തിന് പഞ്ഞമായിരിക്കുന്നല്ലോ, ഞങ്ങൾ എന്താ വേണ്ടത് ഒന്ന് ചോദിക്കാമായിരുന്നു. എന്നാൽ അവർ ദൈവത്തോടൊന്നും ചോദിക്കാതെ, അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ദൈവത്തോട് ചോദിച്ചാൽ അങ്ങനെ കൃത്യം മറുപടി കിട്ടുമോ? അതെങ്ങനെയാണ് കിട്ടുന്നത്? ദൈവം ഇങ്ങനെ പറയുമോ, നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, അങ്ങനെ പറയുമോ? വചനാനുസൃതം പോകണം. വചനത്തിലേക്ക് നോക്കിയാൽ മതി. ആവർത്തന പുസ്തകം 23-ന്റെ 2-ാം വാക്യത്തിലൊക്കെ പറയും, മോവാബിനോ അമ്മോന്യനോ ദൈവസഭയിൽ പ്രവേശിക്കരുത്, യഹോവയുടെ ആലയത്തിൽ പ്രവേശിക്കരുത്. വ്യക്തമാണ്. വചനാനുസൃതമല്ലാതെ ഒരു ചുവട് വയ്ക്കരുത്. വചനത്തിൽ നോക്കണം, വേറൊന്നും നോക്കരുത്. ആരും പറയും ദർശനത്തിൽ നോക്കരുത്, ആരെങ്കിലും പറയുന്ന ദൈവിക വെളിപ്പാടാണെന്ന് പറയുന്ന വാക്കുകളിൽ ആശ്രയിക്കരുത്. അതെല്ലാം അബദ്ധമാണ്. തെറ്റുപറ്റാം, മനുഷ്യനല്ലേ തെറ്റുപറ്റാം. ഒരു ദർശനം പറഞ്ഞു, ആ ദർശനം തെറ്റിയെന്ന് വരാം. പക്ഷേ ഈ വചനമുണ്ടല്ലോ, ദ റിട്ടൺ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനം, അത് തെറ്റില്ല. വചനത്തിലേക്ക് നോക്കിക്കൊള്ളണില്ല, വചനത്തിൽ നോക്കണം. ദൈവത്തിന് സ്തോത്രം. നെഹമ്യ 13:1. അന്ന് ജനം കേൾക്കെ മോശയുടെ പുസ്തകം വായിച്ചതിൽ അമ്മോന്യരും മോവാബ്യരും ദൈവത്തിൻ്റെ സഭയിൽ ഒരു നാളും പ്രവേശിക്കരുത്. അമ്മോന്യനും മോവാബിനും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുതെന്ന് എഴുതിയിരിക്കുന്ന ഭാഗം കണ്ടു. അങ്ങനെ വേദപുസ്തകത്തിലുണ്ട്. ഈ നവോമിയും എലീമേലക്കും മഹ്ളോനും കില്യോനും, ആ 4 പേരും പോകരുതായിരുന്നു. തൽക്കാലത്തെ പ്രയാസം കണ്ട് നിരാശപ്പെടരുതായിരുന്നു. തൽക്കാലത്തെ ക്ഷാമം കൊണ്ട് തളർന്നു പോകണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ചില പ്രതിസന്ധികൾ വരും. അത് ചിലപ്പോൾ തൽക്കാലത്തേക്കേ ഉള്ളൂ. ഇപ്പോൾ നാം കേട്ടതുപോലെ സന്ധിയെങ്കിൽ കരച്ചിലൊന്നും രാപാർക്കും, രാത്രി മുഴുവൻ കരച്ചിൽ.
ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. സന്ധ്യയെങ്കിൽ കരച്ചിലൊന്നും രാവാർക്കും, ഒരു അതിഥിയെപ്പോലെ പോവില്ല, അന്ന് അവിടെ കിടപ്പ. സന്ധ്യയെങ്കിൽ കരച്ചിലൊന്ന് രാവാർക്കും, രാത്രി മുഴുവനും തോരാ കണ്ണീര്, കരച്ചിൽ തന്നെ. എന്നാൽ ഉണ്ട് അതിൻ്റെ പര്യവസാനം. ഇത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നിരാശ വരരുത് ഒരു കാരണവശാലും, എന്തൊരു കാരണവശാലും നിരാശയ്ക്കിടം കൊടുക്കരുത്. ഇപ്പോൾ കരച്ചിലാണ്, ഇപ്പോൾ ദുരിതമാണ്, ഇപ്പോൾ പ്രശ്നമാണ്, ഇപ്പോൾ സങ്കടമാണ്, ഇപ്പോൾ പ്രതിസന്ധികളാണ്, മുന്നോട്ട് നീങ്ങാൻ വയ്യാത്ത സ്ഥിതിവിശേഷമാണ്. എന്നാൽ ഒരു കാരണവശാലും നിങ്ങൾ നിരാശപ്പെടരുത്. ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. സന്ധ്യയെങ്കിൽ കരച്ചിലൊന്ന് രാവാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. 30-ാം സങ്കീർത്തനം. ഇവിടെ ആ ഉഷസ്സിന് വേണ്ടി കാത്തിരിക്കണം. നവമി പറഞ്ഞു, നവമി ബേത്ലഹേമിലെ ആ ക്ഷാമം തീർന്നെന്ന് കേട്ടപ്പോൾ നവമി തിരിച്ച് ബേത്ലഹേമിലേക്ക് എത്തി. അപ്പോൾ നവമിയുടെ കൂടെ ഒരു മരുമോളുമുണ്ട്, രൂത്ത്. ഓർത്തോളണം, ദൈവത്തോടും ദൈവജനത്തോടും ചേരുവാനുള്ള തീരുമാനം ഇന്നലെ നാം കേട്ടല്ലോ. ദൈവത്തോടും ദൈവജനത്തോടും ചേരുവാനുള്ള തീരുമാനം, അതാണ് രൂത്ത് എടുത്തത്. ആ തീരുമാനത്തെ പ്രതി, ആ തീരുമാനത്തിൻ്റെ പിൻബലത്തിൽ രൂത്ത് ഈ അമ്മാമിയുടെ കൂടെ അങ്ങ് ബേത്ലഹേമിലേക്ക് ചെല്ലുകയാണ്. രൂത്തിനെ ആർക്കും പരിചയമില്ല, അവൾ മോവാബി സ്ത്രീയല്ലേ, പരിചയമില്ല. പക്ഷേ നവമി എല്ലാവർക്കും പരിചയമുണ്ട്. അയ്യോ നവമി പോയല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരുന്ന പലരുണ്ട് അവിടെ. നമ്മുടെ നവമി പോയില്ലേ, അങ്ങ് അവൾ മോവാബിലേക്ക് അങ്ങോട്ട് പോയി, കഷ്ടം പോയല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കുന്നു. നവമിയുടെ ഭർത്താവ് മരിച്ചു പോയത് നാട്ടുകാർ അറിഞ്ഞിട്ടില്ല, ബേത്ലഹേമിലുള്ളവർ അറിഞ്ഞിട്ടില്ല, നവമിയുടെ മക്കൾ 2 പേരും മരിച്ചു പോയത് അറിഞ്ഞിട്ടില്ല. അവർ 4 പേരും പോയി, നവമിയും ഭർത്താവും മക്കൾ 2 പേരും, 4 പേരും പോയി, മരിച്ചതൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ നവമി വന്നപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷം. കാരണം നവമി ആ നാട്ടിൽ ഒരു അനുഗ്രഹപാത്രമായിരുന്നു. നാട്ടിൽ സ്തോത്രം. അതും നിങ്ങൾ ചിന്തിക്കണം. ഞാൻ എൻ്റെ നാട്ടിലൊരു അനുഗ്രഹപാത്രമാണോ? ഞാൻ എൻ്റെ വീട്ടിലൊരു അനുഗ്രഹപാത്രമാണോ? ഞാൻ സമാധാന പുത്രിയാണോ? ഞാൻ ഒരു ആശ്വാസപുത്രനാണോ? നിങ്ങൾ ചിന്തിക്കണം. നവമി അവിടെ ഉള്ളവർക്കെല്ലാം ഒരു ആദരപാത്രമായിരുന്നു, ആദരവുണ്ടായിരുന്നു. നവമിയെക്കുറിച്ചൊരു ആദരവും ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നവമി തിരിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞു, ഇതാരാ, നവമിയല്ലേ ഇത്? അയ്യോ നമ്മുടെ നവമി വന്നല്ലോ, സന്തോഷം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു വരുമ്പോൾ നമ്മെ സ്നേഹിക്കുന്നവർക്കൊരു ആഹ്ലാദം ഉണ്ടാകും. നവമി തിരിച്ചു വന്നു, ഇത് ആരെ, നവമിയല്ലേ ഇത്? അയ്യോ നവമിയല്ലേ ഇത്? ഉടനെ നവമി പറഞ്ഞു, മുഖം മ്ലാനമായി വാടി പറയുകയാണ്, അയ്യോ അങ്ങനെ നിങ്ങൾ ഇനി നവമി എന്ന് വിളിക്കേണ്ട കേട്ടോ. പണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നു, ഐ വാസ് പ്ലസൻറ്റ്. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല. ഐ എം നോട്ട് നവമി, ഐ എം നോട്ട് പ്ലസൻറ്റ്. കോൾ മീ ബിറ്റർനെസ്, എന്നെ കയ്പെന്ന് വിളിച്ചോളൂ, മാറായി എന്ന് വിളിച്ചോളൂ. കോൾ മീ മാറ, എന്നെ മാറായി എന്ന് വിളിക്കൂ. കാരണം സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു, ഏറ്റവും കയ്പായുള്ളത്. സഹോദരങ്ങളെ ചോദിക്കട്ടെ, നിങ്ങളുടെ ആരെങ്കിലും മനസ്സിലുണ്ടോ ദൈവം എന്നോട് കരുണ കാണിച്ചില്ല, ദൈവം എന്നോട് സ്നേഹം കാണിച്ചില്ല, ദൈവം എന്നെ സഹായിച്ചില്ല, എൻ്റെ കാര്യം ദൈവം നോക്കിയില്ല എന്ന് ആർക്കെങ്കിലും ചിന്തയുണ്ടോ? ഉണ്ട്, പലർക്കും ഉണ്ട്. എങ്കിൽ എൻ്റെ കാര്യത്തിൽ കർത്താവ് എന്തുകൊണ്ടോ കർത്താവ് കരമെടുത്തില്ല, എൻ്റെ ഈ പ്രശ്നത്തിൽ കർത്താവ് ഒന്നും തൊട്ടില്ല, എന്തുകൊണ്ടാണാവോ? ഞാനത്ര ഭാവിയായിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ സമാധാനം കണ്ടെത്തും. അല്ല പ്രിയരെ, അങ്ങനെയല്ല. ദൈവം എവർ ലവിങ് ആൻഡ് എവർ ലിവിങ്, എന്നും സ്നേഹിക്കുന്നു, എന്നും ജീവിക്കുന്നു. സ്തോത്രം. എന്നും എവർ ലവിങ്, എന്ന് സ്നേഹിക്കുന്നതിനാണ് ദൈവം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ മനസ്സിലാക്കൂ, എന്നും സ്നേഹിക്കുന്നതിനാണ് ദൈവം. നിങ്ങളെ വ്യക്തിപരമായി അറിയുന്നതിനാണ് ദൈവം. നിങ്ങൾ ഓരോരുത്തരെയും കൃത്യമായി അറിയുന്നതിനാണ് ദൈവം. ദൈവത്തിന് സ്തോത്രം. എന്തിന്? നിങ്ങൾ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുമ്പോൾ തന്നെ നിങ്ങളെ കണ്ടു കഴിഞ്ഞിരിക്കും ദൈവം. അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നിങ്ങളെ അറിഞ്ഞിരിക്കുന്ന ദൈവം. നിങ്ങളെ ദൈവം മുന്നറിഞ്ഞു, മുൻനിയമിച്ചു, മുന്നമേ തിരഞ്ഞെടുത്തു. ദൈവം നിങ്ങളെ തൻ്റെ ദാസിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം നടന്ന കാര്യങ്ങളാണ്. സ്വർഗത്തിൻ്റെ ഔന്നത്യങ്ങളിൽ നടന്ന കാര്യങ്ങൾ. നിത്യനായ ദൈവം നമ്മെ കണ്ടിരിക്കുന്നു, നമ്മെ അറിഞ്ഞിരിക്കുന്നു. ഈ ഒരു ചിന്തയൊന്നും നമ്മൾ മനസ്സിൽ പോകരുത്. നമ്മെ ആ ചിന്തകൾ നിലനിർത്തും. ദൈവം എന്നെ അറിഞ്ഞിരിക്കുന്നു. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. എന്ത് സംഭവിച്ചാലും എൻ്റെ കർത്താവ് അറിയും. എനിക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ യേശു അറിയാതിരിക്കുകയില്ല, ഉറപ്പ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ആ ചിന്ത വരുന്നുണ്ടോ? പ്രയാസങ്ങൾ വരുമ്പോൾ, ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വരുമ്പോൾ, ചിലപ്പോൾ നിങ്ങളുടെ ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ, പരീക്ഷ പാസ്സാകാതെ വരുമ്പോൾ, ജോലി കിട്ടാതെ വരുമ്പോൾ, പൈസ ഇല്ലാതെ വരുമ്പോൾ, കടം പെരുകി വരുമ്പോൾ, രോഗം വർദ്ധിച്ച് വരുമ്പോൾ, അപ്പോൾ ദൈവം എന്നെ ഉപേക്ഷിച്ചു, ദൈവം എന്നോട് കൈപ്പായിൽ പ്രവർത്തിച്ചു, അങ്ങനെയാണ് തോന്നുന്നത്? അല്ല പ്രിയരെ, ദൈവം കാണുന്നുണ്ട്. അപ്പോഴും നിങ്ങൾ ആ കുരിശിലേക്ക് നോക്കിക്കൊള്ളുക.
കുരിശിൽ പെടഞ്ഞു മരിക്കുന്ന ക്രിസ്തുവിലേക്ക് നോക്കിക്കൊള്ളുക. കുരിശിന്മേൽ 3 ആണികൾ തൂങ്ങിക്കിടക്കുന്ന ക്രിസ്തുവിലേക്ക് നോക്കിക്കൊള്ളുക. അപ്പോൾ നിങ്ങൾക്ക് സമാധാനം കിട്ടും. ആ കുരിശിൽ സഹിച്ച ത്യാഗത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഊഷരമായ അനുഭവങ്ങളെല്ലാം മാറി അവിടെ കുളിർമ കിട്ടും, നിങ്ങൾക്ക് ആശ്വാസം കിട്ടും, നിങ്ങൾക്ക് തണുപ്പ് കിട്ടും, സമാധാനം കിട്ടും. നിങ്ങളുടെ ഹൃദയത്തിൽ ശാന്തി കിട്ടാൻ കുരിശിലേക്ക് നോക്കുക. ദൈവത്തിന് സ്തോത്രം. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു, അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. എബ്രായർ 12:2. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു. എന്താ കർത്താവ് ഏത് സന്തോഷം ഓർത്തത്? എന്താ കുരിശിന്മേൽ കിടന്ന് പെടയുമ്പോൾ എന്ത് സന്തോഷം ഓർത്തത്? ഈ വേദനയുടെ മധ്യത്തിൽ തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു. അനേകായിരങ്ങൾ സത്യസമാധാനത്തിലേക്ക് വരുമല്ലോ എന്ന്, നിത്യജീവനിലേക്ക് വരുമല്ലോ എന്ന്, നരകത്തിലേക്ക് പോകേണ്ടവർ അനേകർ വഴിതിരിഞ്ഞ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുമല്ലോ എന്നുള്ള സന്തോഷം അവൻ ഓർത്തു. എന്തിന്? ഞാൻ ഈ കുരിശിൽ മരിക്കുന്നത് കൊണ്ട്, ഞാൻ ഈ കുരിശിൽ പിടഞ്ഞ് മരിക്കുന്നത് കൊണ്ട് ആയിരങ്ങളല്ല ലക്ഷോപലക്ഷങ്ങൾ എൻ്റെ വചനം കേട്ട് എന്നിൽ വിശ്വസിച്ച് എൻ്റെ രക്തത്തിൻ്റെ ശക്തി ആസ്വദിച്ച് അനേകർ നിത്യജീവനിലേക്ക് പ്രവേശിക്കുമല്ലോ എന്നുള്ള മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം അവൻ ഓർത്തു. അപമാനം അലക്ഷ്യമാക്കി. ഇവിടത്തിരി അപമാനമുണ്ട്. അർദ്ധനഗ്നനായി കുരിശുമേൽ കിടക്കുന്നു ഉണ്ട്, കൈ കുത്തേറ്റ് ചങ്ക് പിളർന്ന് കിടക്കുന്നു ഉണ്ട്, ദേഹത്ത് ചാട്ടവാറടിയേറ്റ് പൊളഞ്ഞ ദേഹത്തിൽ ഒഴിവുചാല് പോലെ കയറിക്കിടക്കുന്നു. അപമാനം. എല്ലാവരും, പള്ളിപ്രമാണിമാരും പരീശന്മാരും സദൂക്യരും ന്യായശാസ്ത്രിമാരും എല്ലാവരും, ഒപ്പം റോമൻ പടയാളികളും എല്ലാം യേശുവിനെതിരായി നിൽക്കുന്നു. ആരുമില്ല ഒരു നല്ല വാക്ക് പറയാൻ. ഒരു നല്ല വാക്ക് പറയണ്ടേ? ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ലാസർ ഉയർത്തെഴുന്നേറ്റതല്ലേ, ലാസർ എവിടെയെങ്കിലും കണ്ടില്ലല്ലോ, ഉയർത്തെഴുന്നേറ്റ് ലാസറിനോട് കാണുന്നില്ല. ഉണ്ടായിരിക്കാം, എനിക്ക് വേദവസം പറഞ്ഞിട്ടില്ല, ഇല്ലയെന്നും പറഞ്ഞിട്ടില്ല, ഉണ്ടെന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ചിന്തിക്കും, മാർത്തയും മറിയും എവിടെ പോയി? മാർത്തയും മറിയും അനുഭവിച്ചവരല്ലേ, എവിടെ പോയി? 12 കൊല്ലം രക്തവാസി ഉണ്ടായിരുന്ന സ്ത്രീ സൗഖ്യം പ്രാപിച്ചല്ലോ, ആ സ്ത്രീ എവിടെ പോയി? ഇല്ല, 18 കൊല്ലം കൂനി നടന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, അവളെവിടെ പോയി? 38 കൊല്ലം തടവാദം ബാധിച്ച് കിടന്ന മനുഷ്യനുണ്ടല്ലോ, അവളെവിടെ പോയി? ക്രൂശിന്മേൽ യേശു പിടയുമ്പോൾ ഇവരാരെയും കാണുന്നില്ല. ഒരുപക്ഷെ ജനസമൂഹത്തിൽ മൂകസാക്ഷികളായി ഇവർ നിൽക്കുന്നുണ്ടായിരിക്കുമോ? അറിഞ്ഞുകൂടാ. ദുഃഖം കൊണ്ട് വീർപ്പടക്കി നിൽക്കുകയായിരിക്കുമോ? അത് പറഞ്ഞുകൂടാ. ഏതായാലും അവിടെ ഒരു ആശ്വാസമൊക്കെ വരാൻ ആരെയും കണ്ടില്ല. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ അവിടെ ഒരാശ്വാസം തരാൻ അങ്ങ് ദൂരെ നിന്ന് ആഫ്രിക്കയുടെ വടക്കേറ്റത്തു നിന്ന് കൊറിയക്കാരൻ ശീമോൻ മാത്രം ഉണ്ടായിരുന്നു. ഒരാശ്വാസം തരാൻ, യേശുവിന് ആശ്വാസം തരാൻ. ഞാൻ വീണ്ടും പറയുന്നു, പ്രിയപ്പെട്ടവരെ, വീണ്ടും പറയുന്നു, നിങ്ങൾ യേശുവിന് ആശ്വാസം കൊടുക്കുമോ? യേശുവിൻ്റെ കുരിശൊന്ന് താങ്ങി കൊടുക്കുമോ? കുരിശ് മോഹിച്ചു പോകുന്നതിൻ്റെ ആ കുരിശിൻ്റെ ഏറ്റവും താങ്ങി കൊടുക്കുമോ? നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കാര്യം മറന്ന്, നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ കാര്യം മറന്ന്, നിങ്ങൾ കടത്തിൻ്റെ കാര്യം മറന്ന്, രോഗത്തിൻ്റെ കാര്യം മറന്ന് നിങ്ങൾ ഈ കുരിശും താങ്ങാൻ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുമോ? അവനിതാ ഏകനായ കുരിശ് ഒന്നുകൊണ്ട് പോകുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. തൻ്റെ മുമ്പിൽ ചെല്ലുന്ന സന്തോഷം അവൻ ഓർത്തു. അപമാനം ലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. ക്രൂശിന് ശേഷം കിരീടം എന്ന് പറഞ്ഞല്ലോ, അതാണ് സംഭവിക്കുന്നത്. ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തേക്ക് അവൻ പോയി. ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിൽ ഇരിക്കുന്നു. അവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പനോട്, പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ മക്കൾ ചെയ്യുന്നതൊന്നും അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. ഇന്നും ആ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും എനിക്ക് വേണ്ടി നിത്യനായ പിതാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് എനിക്ക് വേണ്ടി അഭയാചന ചെയ്യുന്ന, മധ്യസ്ഥ ചെയ്യുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം, ഞാൻ പാപം ചെയ്യുമ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്നേഹം, ഞാൻ പാപത്തിലേക്ക് പോകുമ്പോഴും വഴിതെറ്റി പോകുമ്പോഴും വഴിയിൽ ഇടറി വീഴുമ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്നേഹം, എന്നെ തഴുകുന്ന സ്നേഹം, ആ നിത്യസ്നേഹം, നിത്യോജ്വല സ്നേഹം, ആ സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ നാം കാണേണ്ടത്. സ്നേഹം, ക്രൂശിലെ സ്നേഹം. ദൈവത്തിന് സ്തോത്രം. ക്രൂശിന്മേൽ യേശു കിടക്കുന്നത് കണ്ടാൽ നമ്മുടെ ക്ഷീണങ്ങൾ മാറും, നമ്മുടെ തളർച്ച മാറും, നമ്മൾ സട പിടിച്ച് എഴുന്നേൽക്കും, നമ്മൾ ചാടി എഴുന്നേൽക്കും, കർത്താവിന് വേണ്ടി ഓടാൻ തയ്യാറാകും. നബി പറഞ്ഞു, നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞുള്ള യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. ഏറ്റവും കയ്പായുള്ളത് എനിക്ക് സംഭവിച്ചത്. ദൈവമാണ് ഇതൊക്കെ ചെയ്തത്, ദൈവമല്ല ചെയ്തത്. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾക്ക് രോഗം വരുന്ന ദൈവമല്ല, ദൈവത്തിൻ്റെ ശിക്ഷയല്ല, പേടിക്കണ്ട. നിങ്ങൾക്ക് കഷ്ടനഷ്ടങ്ങൾ വരുന്ന ദൈവം തരുന്നതല്ല, ദൈവത്തിൻ്റെ ശിക്ഷയല്ല. നിങ്ങൾ പാപം ചെയ്തുകൊണ്ട് കഷ്ടം വന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങൾ പാപം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് രോഗമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ പാപം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ക്ഷീണമെന്ന് വിചാരിക്കണ്ട. എന്താണ്? അതെല്ലാം ചെയ്യുന്നത് പിശാചാണ്. നിങ്ങൾക്ക് പാപം വന്നപ്പോൾ നിങ്ങളിൽ പിശാചിന് ഇടം കിട്ടി. അവൻ ചെയ്യാവുന്ന ദ്രോഹം മുഴുവൻ ചെയ്തു. പിശാചാണ് ചെയ്യുന്നത്. താൻ പരീക്ഷിക്കപ്പെടുമ്പോൾ
ഇത് ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്ന ആരും പറയരുത്. ദൈവം ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. മറക്കരുത്. യാക്കോബ് പറയുകയാണ്, ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്ന ആരും പറയരുത്, ദൈവമാണ് ചെയ്യുന്നത് പറയരുത്. ദൈവമാണ് എന്നെ ഈ ഉപദ്രവിച്ചത് അല്ലെങ്കിൽ എനിക്ക് പ്രയാസം വരുത്തിയത്, ദൈവം എന്നെ ശിക്ഷിച്ചതാണ്, എൻ്റെ പാവത്തിന് ശിക്ഷ വന്നാണെന്ന് അറിയരുത്. പാവം വന്നു, അപ്പോൾ പിശാചിന് അവകാശം കിട്ടി, കയറി വന്നു അവൻ. നമ്മിൽ ജഡസ്നേഹം വന്നു, ജഡികത്വം വന്നു. ആ സമയത്ത് പിശാച് കയറി വരികയാണ്. നമ്മിൽ ദൈവികമല്ലാത്ത എന്തെല്ലാം വരുമോ അപ്പോഴെല്ലാം പിശാച് കയറി വരികയാണ്. ഈ ദുഷ്ട പിശാച് വന്ന് രോഗമുണ്ടാക്കുന്നു, രോഗത്തിൻ്റെ ആത്മാവ്. പിശാച് വന്ന് നഷ്ടമുണ്ടാക്കുന്നു, നഷ്ടത്തിൻ്റെ ആത്മാവ്, കഷ്ടത്തിൻ്റെ ആത്മാവ്. പിശാച് വന്ന് വ്യാധികൾ ഉണ്ടാക്കുന്നു, അത് പിശാചിൻ്റെ ആധിയുടെ ആത്മാവ്, വ്യാധിയുടെ ആത്മാവ്, ദുരാത്മാക്കൾ. ഈ ആയാറിൽ ഈ അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മസേനകളെല്ലാം മനുഷ്യനെ വലച്ചുകൊണ്ടിരിക്കുകയാണ്, നശിപ്പിക്കുകയാണ്. കുടുംബ കലഹമുണ്ടാക്കുന്നു, പിശാചാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങുന്നു, പിശാചാണ്. ഡൈവോഴ്സ് വേണമെന്ന് ചിന്തിക്കുന്ന ഒരാൾ, പിശാചാണ് പിന്നിൽ. ദൈവം വേദനയോടെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. എന്ത് ചെയ്യും? ദൈവത്തിന് ഇടം കൊടുത്താൽ ദൈവം പ്രവർത്തിക്കും. പിശാചിന് ഇടം കൊടുത്തതുകൊണ്ടാണ് പിശാച് ഈ നഷ്ടങ്ങളൊക്കെ വരുത്തിയത്. പിശാചിന് ഇടം കൊടുത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് കഷ്ടനഷ്ടങ്ങൾ വന്നത്. എല്ലാം അങ്ങനെയാണ്. എന്നാൽ ദൈവം നോക്കുകയാണ് എന്ത് വേണ്ടു, എങ്ങനെ പ്രവർത്തിക്കേണ്ടു, ഈ മകനിൽ നിന്ന് ഈ പ്രയാസം മാറ്റേണ്ടത് എങ്ങനെ, ഈ മകളിൽ നിന്ന് ഈ ദുരിതം മാറ്റേണ്ടത് എങ്ങനെ ദൈവം നോക്കുകയാണ്. അപ്പോഴാണ് ഭാഗ്യവശാൽ എൻ്റെ കർത്താവേ നാം വിളിക്കുന്നത്. എൻ്റെ യേശുവേ നിൻ്റെ രക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറയുന്നത്. യേശുവേ നിൻ്റെ രക്തമാണ് എനിക്ക് ശരണമെന്ന് പറയുന്നത്. കർത്താവേ തെറ്റുകൾ പറ്റിപ്പോയി, പിശാചിന് ഇടം കൊടുത്തുപോയി, സാത്താൻ ഇടം കൊടുത്തുപോയി, കർത്താവേ അബദ്ധം പറ്റിപ്പോയി. നാം ദൈവത്തോട് നിലവിളിക്കുന്നു. സ്തോത്രം. അപ്പോൾ കർത്താവ് പറയും, മോനെ നിൻ്റെ രോഗം ഞാൻ മാറ്റിത്തരാം, നിൻ്റെ കഷ്ടം ഞാൻ മാറ്റിത്തരാം, നിൻ്റെ നഷ്ടം ഞാൻ നികത്തിത്തരാം. സ്തോത്രം. അല്ലെങ്കിൽ കർത്താവ് പറയും പൗലോസിനോട് പറഞ്ഞതുപോലെ, തൽക്കാലം അതവിടെ ഇരിക്കട്ടെ, എൻ്റെ കൃപ നിനക്ക് പോരെ, എൻ്റെ കൃപ നിനക്ക് പോരെ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. സ്തോത്രം. അപ്പോൾ തൽക്കാലത്തേക്ക് ചിലപ്പോൾ രോഗം മാറ്റിയില്ല എന്നാലും കൃപ കൂടെ ഉണ്ടായിരിക്കും. മതി കൃപയുണ്ടായാൽ മതി. സ്തോത്രം. ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കും, കർത്താവേ നിൻ്റെ കൃപയുടെ കരം എൻ്റെ തലയിൽ നിന്ന് മാറരുത്, എൻ്റെ ശിരസിൽ നിന്ന് കൃപയുടെ കരം മാറരുത്, നിൻ്റെ തൃക്കൻ എൻ്റെ തലയിൽ നിന്ന് മാറരുത്. കർത്താവേ നിൻ്റെ സാന്നിധ്യം എനിക്ക് നഷ്ടപ്പെട്ടു പോകരുത്, നിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രകാശം എനിക്ക് നഷ്ടപ്പെടരുത്. എന്തെല്ലാം വന്നാലും ശരി കർത്താവേ, എന്ത് നഷ്ടം വന്നാലും ശരി, എന്ത് ലാഭം വന്നാലും ശരി, നിൻ്റെ കൃപയുടെ ആ തിരുസാന്നിധ്യം എന്നിൽ മാറിപ്പോകരുത്. നിങ്ങളും പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങളും പ്രാർത്ഥിക്കൂ. കാണാം ദൈവത്തിൻ്റെ കൃപ നിങ്ങളൊന്ന് പൊതിയുന്നത്. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും ഓർത്തുകൊള്ളണം, കഷ്ടനഷ്ടങ്ങൾ ദൈവം തരുന്നതല്ല, പിശാച് കൊണ്ടുവരുന്നതാണ്. പക്ഷേ പിശാചിന് ഇടം കൊടുക്കാതെ നിങ്ങൾ പിശാചിന് തള്ളി പറഞ്ഞാൽ, ദുഷ്ടപിശാചിനെ ആക്രമിച്ചുള്ള കർത്താവേ ഞാനാണ് അതിന് കാരണക്കാരൻ, ഞാൻ അവന് ഇടം കൊടുത്തു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ തന്നെ നിങ്ങൾ സമർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ വന്ന് അവിടെ പൊതിയും. കർത്താവ് അവിടെ ആവശ്യമുള്ളത് അവിടെ നോക്കി ഏറ്റവും നല്ലത് കർത്താവ് ചെയ്തു തരും. രോഗം മാറുന്നതാണ് നല്ലതെങ്കിൽ രോഗം മാറ്റി തരും. അല്ലേ? വേണ്ട, നിൻ്റെ ശുശ്രൂഷ തീർന്നു, നിന്നെക്കൊണ്ട് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റി കഴിഞ്ഞു, പോരാം, നീ കയറി വരിക പറഞ്ഞൊന്ന് വരും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. എന്ത് പ്രാർത്ഥിക്കണം? കർത്താവേ എന്നെക്കുറിച്ച് നീ ആഗ്രഹിച്ചിടത്തോളം വേല തയ്ക്കാതെ കടന്നു വരേണ്ട വരല്ലേ. എന്നെക്കുറിച്ച് നീ ആഗ്രഹിക്കുന്നിടത്തോളം വേല തയ്ക്കാതെ ഞാൻ കടന്നു പോകേണ്ട വരല്ലേ. ഒന്നുകൂടി പ്രാർത്ഥിക്കണം. കർത്താവേ എന്നെക്കുറിച്ച് നീ ആഗ്രഹിക്കുന്ന നിൻ്റെ പ്രതീക്ഷ നിറവേറ്റാതെ കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഒരു കാരണവശാലും എന്നെ വിട്ട് നീ പോകരുതേ. സ്തോത്രം. മനസ്സിലായോ നിങ്ങൾക്ക്? ജീവിതത്തിൽ യേശുവാണ് ഒന്നാമത്. യേശു മാത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങൾ ദയവായിട്ടൊരു കാര്യം ചെയ്യുമോ? വേറൊന്നുമല്ല, ഒരു കാര്യം ചെയ്യുമോ? കർത്താവേ കൃപ എൻ്റെ മേൽ ചൊരിയണമേ. അർഹതയില്ല കർത്താവേ, നിൻ്റെ ഈ അനുഗ്രഹം പ്രാപിക്കാൻ എനിക്ക് യോഗ്യതയില്ല. ഞാൻ നിസ്സഹായനാണ്, ഞാനൊരു അഗതിയാണ്, ഞാൻ കഴിവില്ലാത്തവനാണ്. കർത്താവേ പല ദോഷങ്ങളും വന്നവനാണ്, പല തെറ്റുകളിലും കുടുങ്ങിയവളാണ്. കർത്താവേ ഇപ്പോൾ നീ മനസ്സലിഞ്ഞ് എൻ്റെ മേൽ നിൻ്റെ കൃപ പകരണമേ. എനിക്ക് യോഗ്യത എന്ന് പറയാൻ ഒന്നുമില്ല കർത്താവേ, അർഹതയില്ല കർത്താവേ. നിൻ്റെ കൃപ, നിൻ്റെ സൗജന്യമായ കൃപ എൻ്റെ മേൽ പകരണമേ. യേശുവേ ഞാനൊന്ന് വിശ്വസിക്കുന്നു കർത്താവേ, നീ കുരിശിൽ എനിക്ക് വേണ്ടി മരിച്ചു ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ നിൻ്റെ കൃപ എൻ്റെ മേൽ പകർന്ന് എന്നെ നീ ചേർത്ത് അണയ്ക്കണമേ. നിൻ്റെ സ്വർഗീയ കൂടാരത്തിലേക്ക് എന്നെ ചേർക്കണമേ. നിൻ്റെ സ്വർഗീയമായ കുടയും കീഴിലേക്ക് എന്നെ ചേർക്കണമേ. നിൻ്റെ തിരുനിവാസത്തിൻ്റെ കീഴിലേക്ക് എന്നെ ചേർക്കണമേ. കർത്താവെ എന്നെ നീ ചേർത്തണയ്ക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവർ, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്നൊരു ദൈവമുണ്ട്, നിങ്ങൾ വിശ്വസിക്കൂ. ദൈവത്തിന് സ്തോത്രം.
ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടെ ഞങ്ങളുടെ മധ്യത്തിൽ തന്നെ ഉള്ളതിനായി സ്തോത്രം. അപ്പോൾ ഞങ്ങൾക്ക് തൃപ്പാദം ചുംബിക്കാൻ കൃപ തന്നതിനായി സ്തോത്രം. അപ്പോൾ അതിന് തൃക്ക ഞങ്ങളുടെ തലമേൽ വെച്ചതിനായി സ്തോത്രം. രോഗികളെ സൗഖ്യമാക്കിയതിനായി സ്തോത്രം. ആർക്കും അറിയാൻ വയ്യാത്ത രോഗങ്ങളുള്ളവരെ നീ സൗഖ്യമാക്കിയതിനായി സ്തോത്രം. കർത്താവേ, രോഗാണുക്കളെല്ലാം നീ കത്തിച്ച് കളഞ്ഞതിനായി സ്തോത്രം. യേശുനാഥ, അതിൻ്റെ സ്വർഗീയ തീയിൽ പാവത്തെയെല്ലാം ദഹിപ്പിച്ച് കളഞ്ഞതിനായി സ്തോത്രം. യേശുവെ, എല്ലാ പാവത്തെയും നീ ആഴത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞതിനായി സ്തോത്രം. ഇനി ആരും ഓർക്കാതുകൊണ്ടോ അറിയാതുകൊണ്ടോ നീയല്ല മായിച്ചു കളഞ്ഞതിനായി സ്തോത്രം. അപ്പോൾ ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും സമാധാനത്തിലേക്ക് നയിക്കണമേ. അവിടുത്തെ രണ്ടാമത്തവരിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശുവെ, പരിശുദ്ധന്മാർ പറന്നു വരുമ്പോൾ ആ കൂട്ടത്തിൽ അടികൾ നിൽപ്പാൻ കൊണ്ട് ഞങ്ങൾ യോഗ്യരാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം.